Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And yes, the 14th, 15th and 16th episode reaction of Tera Para is here. And I am really excited to see how the story pans out now, because a lot of you told me in the comments that a lot of things are now going to happen moving forward and a lot of loops getting closed. So I am of course very excited to see how all these loops are getting closed. And the 13th episode was left at a very weird juncture, I would say. It was sort of like it took a spooky turn, and I don't know who that person is, though I guess that it was Shibu, because that's how it looked like in terms of his body frame, but I could be completely wrong. So yes, sometimes the guesses go right, sometimes the guesses go wrong, and now I have, like, my mind is absolutely blank because I just want to go with the flow and see where the story is headed. So yes, the reaction for 14th, 15th and 16th episode, we will start now. I will again put the timestamps of all the reactions in my description, so you can watch this video at one go, or you can go to your favorite episode reaction. Alright, let us begin with the 14th episode of Tera Para. Okay, sorry. Alright, 14th. Who's that guy? Lola, I'm pinning boy. Lola. 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 Lola, da. Ada ni kuriya tentang lagi udah. Entah. Raju bhai. Raju bhai. Ada George ada. Raju bhai. Raju. Pernah mana lagi? Ada Shibu. Shambu. It's not Shibu, Shambu. It's not Shibu. Ada even ento kanti kilimari di kerja ni. Entah. He'll say he saw Raju bhai. Raju bhai ya. Endu tira. എടാ എനിക്ക് തോന്നുന്നു മറ്റേതാണ് ഈ സോമരാജ പോലീസ് ഇല്ലേ? സോമരാജൻ പോലീസാ? എടാ ഈ ഉറക്കത്തിൽ കിടക്കുമ്പോൾ എണീറ്റ് കിടക്കുന്നതിന്റെ അതൊരു സോമനാം പോലീസടാ. അതാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ആകെ. അത് ഇവനാ? രാജുഭായ്. ഡാ, ഏത് രാജുഭായ്? പണ്ട് ഇവിടെ താമസിച്ച രാജുഭായ് ഇല്ലയോ? ജോർജ് നേരത്തെ പറഞ്ഞേ. ഇയാളുടെ പ്രയത്നം ഞാനിപ്പോ ഇവിടെ കണ്ട്. അല്ല, ആരാന്നാ പറഞ്ഞത്? രാജുഭായ്. ഡാ, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് നോക്കാൻ ചെക്കനെ പേടിപ്പിക്കായിരുന്നു. അല്ല, അങ്ങനെ പറഞ്ഞ ഒരു വഴിയില്ല. അല്ല, നീയല്ലേ പറഞ്ഞത് അയാളുടെ ഭാര്യനെ വെട്ടിക്കൊന്ന് അയാള് മണ്ണെണ്ണ ഒഴിച്ച് ചേർത്തെന്നൊക്കെ? അല്ല, അത് ശരിയാ. പക്ഷെ ഇന്ന് പുള്ളി വരേണ്ട ഒരു കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? രാജുഭായി ഒന്നും ആയിരിക്കത്തില്ലടാ, വേറെ എന്തെങ്കിലും. Now even George is scared. ശരി, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഒരു താളത്തിനൊക്കെ തള്ളിയതാണ്. ശരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. അതെ, ഞാൻ പറഞ്ഞ കഥയിലെ പ്രേതമായിരിക്കണമെന്നില്ലത്. It's locked from inside. Please don't tell me it's Francis. അയ്യോ രാജുഭായ് ആയിരിക്കും. ഹിന്ദിയിൽ ചോദിക്ക്. Which is this ad? It was written popular ad dialogue. ഞാൻ ചോദിക്കാം, आपको क्या चाहिए? So cute. बाहर आ जाओ. പോലീസിനെ കൊണ്ട് ഒളിപ്പിക്കുന്നവരാ പോലീസ്. अगर बाहर नहीं आया हम पुलिस तो बुला देंगे. പോലീസ് അല്ല, മന്ത്രവാദി. Who's he? ഇത് ആലു തക്കാളി. The Bengali guy. നമ്മുടെ മറ്റേ ബംഗാളി പച്ചക്കറി വാങ്ങാണ്ട് പോയവൻ. അതെ. നീ എന്തൊക്കെയാടാ ഈ വീട്ടിൽ കയറിയത്? ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിലൊന്നുമില്ല, നിനക്ക് 500 ബംഗാളി പട്ടി. മലയാളം അറിയില്ലെന്ന്. He said Bengali patti, Bengali dog.
See, patti is the first thing I learned, huh? No, the first thing I learned was entepenia. Entepenia kaniche? Huh? Okay. ഈ വീട്ടിൽ കയറിയത് ഈ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ഒന്നുമില്ല നിനക്ക് 500 രൂപ ബംഗാളി പട്ടി. ചേട്ടാ അവന് മലയാളം അറിയില്ലെന്ന്. ആഹാ ഇത് പ്രേതം ഭൂതമൊന്നുമല്ല, അക്കം കയറിയതാ കള്ളൻ. ചേട്ടാ ഞാനെങ്ങാനും പേടിച്ചെത്ത പിന്നെ എന്റെ അച്ഛൻ ആരോടാ പന്നി. നീ ഇടിച്ച പോഷനിൽ ഒന്നുകൂടെ തെളിച്ച് മലയാളി കള്ളൻ. സത്യം പറ, നീ മലയാളി അല്ലടാ? അതെ ചേട്ടാ, ഞാനൊരു മലയാളിയാണ്. എന്താ നിന്റെ പേര്? എന്റെ പേര് രാജേഷ്. പിന്നെന്തിനാ നീ അതെ ചേട്ടാ, ഈ നാട്ടിൽ ബംഗാളിക്കല്ല ഇഷ്ടം പോലെ. പണിയില്ല. Okay. Maybe I should move there then. പണിയെടുത്തങ്ങ് ജീവിച്ചാ പോരെ, പിന്നെ നീ കക്കാൻ ഇറങ്ങിയേ? അതെ, ഇപ്പത്തെ ഒരു കാലാവസ്ഥക്ക് ഒരു പണിയൊന്നുമില്ല ചേട്ടാ, അതുകൊണ്ട് എല്ലാം കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ ചേട്ടാ. വേണ്ട ചികളി കേസ് ഒഴിവാക്കിടാ. പോ, നീ ഇറങ്ങിപ്പോ. ഞാൻ അടുക്കള വാതിൽ വിളിച്ചു അതെ, മര്യാദക്ക് ഞങ്ങളെ പോലെ പണിയെടുത്ത് ജീവിച്ചോട്ടോ കേട്ടോ. ആരെ പോലെ? ഷിബുനെ പോലെ. ഹലോ ബോയ്സ്, എന്താണ് കാറ്ററിംഗ് വർക്ക് പോലും ഉണ്ടോ? കേട്ടിരിക്കല്ലടാ, ഒരു ജോലി ശരിയായി. എടാ ഷിബു, നിന്റെ കൊച്ചു കുലുക്കിക്കടയില്ലേ, അതിന്റെ ഫ്രണ്ടിൽ ഒരു 10 നില കെട്ടിടമില്ലേ? ഏതാ വലിയ കമ്പനിയാ? അങ്ങനെയൊക്കെ അവര് പറയുന്നു. അവരുടെ ജോലി ശരിയായി. ഇന്നിപ്പോ സാലറി പാക്കേജ് ഡിസ്കസ് ചെയ്യാൻ കൂടി ചെല്ലാൻ പറഞ്ഞു. ഓക്കെ, സാലറി എന്തോരം കിട്ടും? ഒരു 10-45,000 രൂപ കിട്ടും. 10-45,000 രൂപയ്ക്ക് എങ്ങനെ മനുഷ്യൻ ജീവിക്കാനല്ലേ? ഞാനും പപ്പയുടെ ബിസിനസ് നോക്കി നടത്താനുള്ള ഒരു പ്ലാനില്ല. ഇപ്പൊ പപ്പയ്ക്ക് എന്നായിരുന്നു ബിസിനസ്? ഏത് ബിസിനസ് വേണമെന്ന് ഞങ്ങൾ തമ്മിലൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് നീ എവിടെയല്ലോ അല്ലേ? അല്ല, അവന്റെ പപ്പ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ട് വേണം എനിക്കും എന്റെ അച്ഛനും അങ്ങോട്ട് പോവാൻ. നന്നായി. So the job angle is coming back again because last episode I was saying why is the job loop going to get closed? Okay. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവനോട് ഭയങ്കര ബഹുമാനമുള്ളൂ. ഒന്നുമില്ലെങ്കിലും വെറുതെ ഇരുന്നില്ല, ഒരു ജോലിക്ക് പോയില്ലടാ. കേട്ട് പഠിക്കണം, പണിക്കുമ്പോ കൂടെ. എടാ, എന്നാ നീ എന്നൊന്ന് അങ്ങോട്ടൊന്ന് ഡ്രോപ്പ് ചെയ്യും. ഞാൻ തരാടാ. അതാകുമ്പോ അല്ലെങ്കിൽ ബസ്സിലൊക്കെ വലിഞ്ഞ ഒരു ഷർട്ടൊക്കെ ചുളുക്കണേ. തേച്ചതല്ലയോ? എന്ത്? അല്ല, ഷർട്ട് തേച്ചതല്ലയോ? ഞാനങ്ങ് പോയേക്കോ. അപ്പൊ എന്നാ ശരി. ശരി. എന്ത് നിസ്സാരമായിട്ടാന്ന് ആര് പറഞ്ഞു 40-45,000 രൂപ ശമ്പളം ഉള്ളത്? എടാ, നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ബിടെക് കഴിഞ്ഞിട്ട്. So again the job angle is back. Yes. എടാ, നമുക്കൊരു ആയുർവേദ തിരുമൽ കേന്ദ്രം തുടങ്ങിയാലോ? ലേഡീസിനും ജെന്റ്സിനും ഒക്കെ. സ്ത്രീകളുടെ സെക്ഷൻ നീ ആയിരിക്കും അല്ലേ? പറയണമെങ്കിൽ എടാ, ഇത് അതൊന്നുമല്ല. നമുക്ക് ഈ ബിടെക് കഴിഞ്ഞിട്ട് ആരും ചിന്തിക്കാത്ത മേഖലകളിൽ കൂടെ പോകണം. ഫോർ എക്സാമ്പിൾ PSC ആയിട്ട് ഒരു ഗവൺമെന്റ് ജോലി കയറുക, പൈസ ഇങ്ങനെ മേടിച്ചോണ്ടേയിരിക്കുക. എങ്കിൽ പിന്നെ പോയി എഴുതിക്കൂടെ നിനക്ക്? പക്ഷേ ഈ കോച്ചിങ്ങിനൊക്കെ പോയി പഠിക്കാൻ ഭയങ്കര മെനക്കാണ്. എടാ, അതിനിപ്പോ കോച്ചിങ് ഒന്നും പോണ്ട, ആപ്പ് ഉണ്ട്. അതിന് നീ ആപ്പ് ഉണ്ടാക്കിയോ? പ്ലേ സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. എടാ, ഈ പ്ലേ സ്റ്റോറിൽ നിന്ന് എൻട്രി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത കേരള PSCയുടെ സെക്ഷൻ ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ എക്സാമിനുള്ള സകല മെറ്റീരിയൽ ഇതിൽ നിന്ന് കിട്ടും. ഗവൺമെന്റ് മാത്രമല്ല, പ്രൈവറ്റിലൊന്നും ജോലി കിട്ടൂലേ? പ്രൈവറ്റും ഉണ്ട്. ഇതേ ഇതിൽ കയറി കഴിഞ്ഞാൽ പ്രൈവറ്റിലുള്ള എല്ലാം കിട്ടും. അത് മാത്രമല്ല, ബാങ്കിങ്ങും ഉണ്ട്. എല്ലാം എന്റെ തന്നെ ഉണ്ടാ മോനെ. ഇന്ന് ഇത് ഇൻസ്റ്റാൾ തുടങ്ങാൻ പോവാണ്. ഇത് നേരത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിപ്പോയി ലൈഫിൽ. അപ്പം ഡാഡിയുടെ ബിസിനസ്സോ? എന്ത് ബിസിനസ്? അതാ ഫ്രാൻസിന്റെ ജാട കണ്ടപ്പോ തുമ്മ തട്ടിവിട്ടതല്ലയോ? ആക്ച്വലി ഞാനൊരു കരയെത്താൻ വേണ്ടി ഡാഡിയും മമ്മിയും വെയിറ്റ് ചെയ്യുക. എന്നാ പിന്നെ ഞാനും ഇൻസ്റ്റാൾ ചെയ്തേക്കാം, വെറുതെ ഓരോന്നൊക്കെ പ്രതീക്ഷ. ചേട്ടാ പറഞ്ഞ പോലെ അതൊന്നും പോട്ടിക്കാൻ നടക്കത്തില്ല ചേട്ടാ. അവന്മാരൊക്കെ വലിയ ടീംസ് ആണ്. Is that Francis on the other side? I think it's Francis.
So he was basically sent to steal stuff from there. Oh, I don't know. Maybe that is Francis taking revenge because now he can't do anything. His hands are tied, so he cannot get caught directly. So indirectly, he is gonna try and take his revenge. I feel it's him. Let's just start the 15th episode. Oh, I wanna see what happens. Oh, okay. New routine. ആ വീടൊന്നും പൊളിച്ചോണ്ട് പറഞ്ഞില്ലോ. പൊട്ടിക്കാതെ നടക്കത്തില്ല ഏട്ടാ, അവന്മാരൊക്കെ വലിയ ടീംസാണ്. എടാ അതെ, ഞാൻ നിനക്ക് കുറച്ച് പൈസയും ഒരവസരം തരാം. നിനക്ക് എടുക്കാൻ പറ്റുമോ? എന്നെ കൊണ്ട് വായി ഏട്ടാ. അത് സാധാ ലാപ്ടോപ്പ് അല്ല, സി ട്രാക്കറുള്ള ലാപ്ടോപ്പാ. അതെങ്ങനെ എൻ്റെ കൈ കിട്ടേണ്ടല്ലോ മോനെ. ഞാനാണ് ഹാക്കർമാരെ രാജാവ്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. ജോർജേ, എടാ നന്നായിട്ട് വാമപ്പ് ചെയ്താലേ കുറെ ഓടാൻ പറ്റുള്ളൂ. നീ എന്തെങ്കിലും ഐറ്റം പറഞ്ഞു എന്നാലും എനിക്കൊരു മോട്ടിവേഷൻ. കാലകത്ത് പഴയ പാനാണ്, ഒരുപാട് അകത്ത് സീനാണ്. കാലിത്തോട് എടാ എന്റെ നിന്റെ ഈ സാധനം എനിക്കറിയാം. എടാ പല്ലിന്റെ ഇടകുത്തി എനിക്ക് എന്തായാലും ചെയ്യ്. എന്നാലേ ഡാൻസ് കളിക്കാനല്ലേ ഇതുപോലൊക്കെ ചെയ്യ്. കാലത്തോട് എല്ലാ ദിവസവും ഓടിയാണല്ലോ, മുടി സെറ്റാവും, പൊള്ളിയായിരിക്കും. തുടങ്ങാം. എടാ എന്നെ കൂടെ കൊണ്ടുപോഴോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ വണ്ടുത്തിരി പറഞ്ഞാലേ കൊടുത്തുള്ളൂ കേട്ടോ. ഏതാ നിന്റെ നാട്? മാവേലിക്കര. എടാ പെമ്പിള്ളേരെ ആരും കാണുന്നില്ല. എടാ പെമ്പിള്ളേരൊക്കെ സൂമ്പയിലായിരിക്കടാ. എന്ന് നമുക്ക് അതുവഴി ഓടാം. എന്റെ പൊന്നച്ചോ, സൂമ്പ എന്ന് പറഞ്ഞ ഒരു വഴിയല്ല, അതൊരു ജിം പോലത്തെ സ്ഥലമാണ്. ശംഭൂരെ കൂടെ മാറ്റിപ്പോയിക്കണല്ലേ. അതാ ഞാൻ പറഞ്ഞു, പണിയുള്ള ദിവസങ്ങളൊന്നും അവൻ കാണത്തില്ല. അതെ, എക്സ്ക്യൂസ് മീ. ജോർജേ, ഒരു 10 പുഷപ്പ് എടുക്ക്, സെറ്റ് ആവും. എടാ 2 പുളപ്പന് കൊടുക്ക്. ശ്വാസം അവിടെ കിട്ടുന്നു. അയ്യോ തല ഇറങ്ങുന്നു. അമ്മേ മഹമ്മയെ. എടാ എനിക്കൊരു മുട്ട പപ്സ് വാങ്ങിച്ചു തരുമോ? എടാ ഈ കൊച്ചു വെളുപ്പം കാലത്ത് എവിടെ നിന്നാടാ ബേക്കറി? പെണ്ണുമില്ല പപ്സും ഇല്ല, എന്തുപാട്. അങ്ങനെ തള്ളിക്കളയരുത്. ലോലൊന്നും തീരെ സ്റ്റാമിന ഇല്ലാത്ത കൂട്ടത്തില്ല. എടാ 4 നേരം ഉപ്പുമാവും പഴഞ്ചോറും കയറ്റണല്ലേ, എന്നിട്ട് സ്റ്റാമിന ഇല്ല. ആ അവിടെ കുഴപ്പം. എന്തുവാ കഴിക്കുന്നേ? ഉപ്പുമാവ്, പഴഞ്ചോറ്, ഇതൊക്കെ തിന്നാ അങ്ങനെ സ്റ്റാമിന ഉണ്ടാവും. നമ്മള് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം നമ്മുടെ ഫുഡ് മെനുവില്. ഫോർ എക്സാമ്പിൾ പാല്, മുട്ട, ഏത്തപ്പഴം. അത് ഞാൻ ഫണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാലും മുട്ടയും ഏത്തപ്പഴം ഒക്കെ മേടിക്കാം. അല്ലല്ലോ അല്ല? അത് കൊള്ളാം. കുറക്കണടാ, പ്രോട്ടീൻ പൗഡർ കൂടി മേടിച്ചോ. പ്രോട്ടീൻ പൗഡർ ഇപ്പൊ വേണ്ട അല്ലേ? നമുക്ക് മുട്ട, പാല്, ഏത്തപ്പഴം. മുട്ടയും പാല് ഞാൻ മേടിച്ചു തരാം. പണിക്കും പോയി കാശുണ്ടാക്കി മേടിച്ച് തിന്നടാ. എന്ത് ചാടയല്ലേ? ശിവു, of course he's the only owner. ആരെങ്കിലും മേടിച്ചു തരാൻ പറ്റുമോ? മേടിച്ചു തരാൻ ചായ. കാലത്തിന് നടക്കാൻ പോയിട്ട് നല്ല ഉന്മേഷം ഉണ്ടല്ലേ. പിന്നെ അയ്യോ എടാ, നീ കരിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേടാ? വീഡിയോ ഒക്കെ കാണാറുണ്ട്. എടാ പൊട്ട, സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ വീഡിയോ. Oh, that's smart. Brand insertion not required. Insert your own channel promotion. That's smart. That's smart. I'm really excited to see what's. I don't know. He's looking for the C tracker. I am guessing. Okay, let me not guess. Okay, chalo, one last guess. I am guessing. I don't know what is this character's name, Kiran's character's name, but I'm guessing him and Jeevan are friends, and they have hired this guy to steal the laptop. കേട്ടോ, ഈ കുലുക്കി അടിച്ച ഈ ട്രൈസെപ്സ് ഒക്കെ ഉണ്ടാക്കിയല്ലേ? ആരാടാ അത്? What man? Batman? Is this Shambhu's house? Yes, this is Shambhu's house. I am Krishnakumar. Krishnakumar. ശംഭുവിന്റെ സുഹൃത്താണ്. ശംഭു അല്ലേ? ശംഭു കൊച്ചമ്മയുടെ വീട് വരെ പോയേക്കാണ് സാർ. സന്തോഷം. ഞാനൊരു സയന്റിസ്റ്റ് ആകാൻ പോകുന്ന ആളാണ്. മാത്രമല്ല വളർന്നൊരു കോടീശ്വരൻ കൂടിയാണ്. ശാസ്ത്രജ്ഞനാണ്. അതെ. സാർ വന്ന കാലം നിൽക്കാതെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്നു. സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര കൂടുതലാണെങ്കിൽ സാറിനൊരു കുറവായിട്ടേ തോന്നത്തുള്ളൂ കേട്ടോ. നെവർ മൈൻഡ്. എടാ ഒരു കസേര കരുതേ സാറിന്. ഞാൻ എന്താ അവിടെ ഇരുന്നോളാം. അയ്യോ, ഇത്രയും സിമ്പിളായിട്ടൊരു കോടീശ്വരൻ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. എന്തൊരു വിനയല്ലേ. നിന്റെയൊക്കെ ഒരു 100 രൂപ ഉണ്ട്, എന്തൊരു ചാടയാ, കണ്ടു പഠിക്കണം. അല്ല നിങ്ങൾ ആലോചിക്കുന്നില്ല, ഇത്രയും പണക്കാരനായ ബിസിനസ്സുമാനായ ഒരു കൂട്ടുകാരനെ പറ്റി ശംഭു ഞങ്ങളടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഭാഗ്യം. അല്ല, ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര വലിയ പണക്കാരനായത്. ഭാഗ്യം മാത്രല്ല, ബുദ്ധി. KK സാർ ഒരു ചായ എടുക്കാം അല്ലേ? അല്ല ഒരു ചായ സാറിന്. പാലില്ല. പാലില്ല. തേയിലയുടെ പഞ്ചായത്താൻ കാര്യം പിന്നെ പറയണ്ടല്ലോ. ചായ ഞാൻ പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞോളാം, പട്ടി പാല് പഠിക്കാൻ. ചേട്ടാ
എന്റെ കയ്യിൽ കാശില്ലെന്ന്. അല്ല നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? വിഷയം മാറി. ഞാനിപ്പോ ബിടെക് ഒക്കെ കഴിഞ്ഞ് സാറിനെ പോലുള്ള പ്രഗത്ഭരായ ആൾക്കാരെ കീഴിൽ പണിയെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. നോക്കാം. ഓക്കെ. നിങ്ങളോ? ഞാനും ഇതുപോലെ ജോലി കിട്ടാൻ വേണ്ടി ഇങ്ങനെ, ഞാൻ മാത്രമല്ല എൻ്റെ അച്ഛനും മുത്തച്ഛൻ ജോലി കിട്ടുന്നതിന് മുമ്പേ മരിച്ചു. താങ്കൾ എന്ത് ചെയ്യുന്നു? എനിക്കിവിടെ താമനത്ത് ഒരു കുലുക്കി കടയൊക്കെ ഉണ്ട്. കുലുക്കി നമുക്ക് കുലുക്കി ഉണ്ടാക്കുന്ന ഒരു ആപ്പായ. അല്ല ചേട്ടാ, ആപ്പ് ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കുലുക്കണ്ടേ? അവൻ പറഞ്ഞതും പോയിന്റ് അല്ലേ സാറേ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഈ ആപ്പ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ വേണ്ട, അത് നിങ്ങൾ തന്നെ അടിച്ചോ. അല്ല നല്ലത്. എന്നാ സെറ്റ് ചെയ്തേക്കുന്ന ആപ്പ് ഞാൻ മാറ്റി വെച്ചേക്കാം. അല്ല ഈ ശംഭു ഇപ്പൊ ഹാക്കിംഗ് ഒന്നും ചെയ്യുന്നില്ലേ? അയ്യോ, അവൻ്റെ കയ്യിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. ഒരു കിടിലം ഐറ്റം ഉണ്ട്, സീ ട്രാക്കർ. ഈ സീ ട്രാക്കർ വെച്ച് അവൻ നമ്മുടെ ഫ്രാൻസിസിനെ പൂട്ടിയത്. ഏത് ഫ്രാൻസിസ്? സാറാത് ഇവിടെ പോർക്കും കൂടുള്ള എടുത്തണ. സാർ എപ്പോഴും ഭയങ്കര ആലോചനയാണോ? എനിക്കൊരു മെയിൽ അയക്കണമായിരുന്നു. ലാപ്ടോപ്പ് ഉണ്ടോ? ശംഭുവിന്റെ ലാപ്ടോപ്പ് ഉണ്ടോ? മതിയോ? അത് നിങ്ങൾക്ക് അതിന്റെ പാസ്വേഡ് അറിയോ? പാസ്വേഡ് അറിയാം. കാർത്തിയാനിയമ്മ 123. KK സാർ ലാപ്ടോപ്പ് തൊട്ട് പോരുന്ന ലാപ്പില്. Is he back? He's Shambhu's arch enemy. അയ്യോ, ഇത് KK സാർ നിന്റെ കൂട്ടുകാരനല്ലേ? KK സാറാ? അവ പോയി കഴിയടാ സാറിന്നേ. എടാ, വളർന്നു വരുന്ന കോടീശ്വരനാണ്, സയന്റിസ്റ്റ് ആണെന്നൊക്കെയാ പറഞ്ഞത്. മാങ്ങാത്തല്ലിയാണ്. 8ാം ക്ലാസ് തൊട്ട് ഞാൻ ചെയ്ത പ്രൊജക്ട് മൊത്തം കട്ടോണ്ട് പോലായിരുന്നു എന്റെ പരിപാടി. Arch enemies from school. സത്യം പറയടാ, നീ എന്തിനാണ് ഇങ്ങനെ വന്നേ? കോടികളുടെ ബിസിനസ് ടീമുമായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോടികൾ മാങ്ങ നിങ്ങളുടെ വന്ന കാലയിലൊടിക്കും പന്നി. ഇങ്ങോട്ട് കയറിപ്പോയത് തെണ്ടി. സോറി, നിന്റെ കൂട്ടുകാരനാണ്, വളർന്നു വരുന്ന സയന്റിസ്റ്റ് ആണ്, കോടീശ്വരനാണെന്ന് മാടയാൻ എങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഞാൻ അറിയാണ്ട് വിശ്വസിച്ച് പോയതാ. സംഭവം ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്താ? What happened? Did he steal the laptop? No. What happened? Achu sent him a message. ഇത്രയും പ്രശ്നത്തിനൊക്കെ മെസ്സേജ് അയക്കാൻ നിനക്ക് എവിടുന്ന് സമയം കിട്ടിയടാ? ഇടയ്ക്ക് എപ്പോഴോ അച്ഛൻ അയച്ചത്. അച്ഛനാ പോയത്. Or dad? അയ്യോ, He sent some nice romantic message to his dad. Or some dirty message. So now, who all? Let us look at the characters. So we know Francis. No, I made the guess that maybe Francis and KK know each other, but that's not the case, or maybe that's the case. We don't know. So Francis. So one thing is that Francis will try to probably take the revenge, or I don't know, because he just enters into their life and now he's saying I've got a job and stuff like that. So let's see where that goes. Now we know that Shambhu also has an enemy from school time, so that's KK, and KK is trying to steal the sea tracker. So that's one thing. Of course, now Shibu still has his job, the juice thing, and they are all again like not all. George and Lola, they are literally like they don't have jobs; they have to search for jobs. So we'll see where this goes. All right. And Hari is there, Lola's brother. So all of these characters are there. Then we have the Bengali/Malayali guy who's trying to steal the laptop. What else? Any other characters that I'm missing? No. Lola should change. Okay. അച്ഛൻ അയച്ചത്. അച്ഛനാ പോയത്. I want to see who's Achu. അയ്യോ, Ashwati Achu. ബിൽഡപ്പ് കാണിക്കാണ്ട് നോക്കട്ടെ. ചക്കരെ ഒരു ഉമ്മത്താ, ഒരു സെൽഫി അയച്ചു തരാമോ? അച്ഛനല്ലേ? ആസ്മരിക ഉണ്ട്. Still not that dirty. അച്ഛൻ ആളെങ്ങനെ? നിന്റെ ചേട്ടനെ പോലാണോ? ചേട്ടനെ പോലല്ല, ഇച്ചിരൂടെ പ്രായമൊക്കെ ഉണ്ട്. കുട്ടാ, ഞാൻ ചോദിച്ചതല്ല, നിന്റെ അച്ഛന്റെ സ്വഭാവം എങ്ങനെയാന്നാ ചോദിച്ചത്. സ്വഭാവം ചേട്ടനെ പോലല്ല, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛനെ പേടിയാ. Brother is also scared of that. നിന്റെ അച്ഛനായിരിക്കോ ഈ പ്രശ്നവും പറഞ്ഞുകൊണ്ട്? എടാ പൊട്ടാ, നിനക്കെന്നാ അപ്പത്തിനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഡിലീറ്റ് ആയിട്ട് കാര്യമില്ല, അച്ഛനെ നേരത്തെ കണ്ടായിരുന്നു. ചേട്ടാ, അച്ഛൻ ഓൺലൈനില്. അയ്യോ, അച്ഛൻ വീഡിയോ കോൾ ചെയ്യുന്നു.
the dad. എടുത്തില്ല വഴക്ക് പറ, ഞാൻ എന്തെങ്കിലും എടുക്കുവോ? ഞാൻ എടുക്കുവോ? അച്ഛ മോനെ, ഉമ്മ, അച്ഛന്റെ പൊന്നുമോൻ ഉമ്മ. It's him only with the. Oh, the dad is very happy. ഇത്ര മടി. ബാക്കി പിള്ളേരൊക്കെ എന്താടാ? ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ജോർജ്. അതെ ജോർജോ. അച്ഛന് നമസ്കാരം. നമസ്കാരം ഉണ്ട് കേട്ടോ. ശിവു. അബു. ഷിബു അല്ലേ? ഷിബു. പറയാതിരിക്കുന്നവനാരാണ്? അച്ഛാ എന്തൊക്കെയുണ്ട്? മോന് സുഖല്ലേ? എടാ മോനെ, പിന്നെ എന്തൊക്കെയുണ്ടോ അവിടെ വിശേഷം? അയ്യോ അച്ഛാ, ചേട്ടനോട് പറയണേ, ഇവിടെ കള്ളം കയറി. അതെ അച്ഛാ, ഞങ്ങളിവിടെ കള്ളനും പോലീസും കളിച്ചോണ്ടിരിക്കുകയാണ്. കള്ളനും പോലീസ് കളിക്കുമായിരുന്നു. കളിച്ചോ. അയ്യോ എത്ര കൊല്ലമായി കളിച്ചിട്ട്. ചേട്ടനോട് പറയണം, ഇവിടെ എല്ലാവരും ഹാപ്പിയാണ്, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞേക്കണം. അതെ അച്ഛാ, ഇവിടെ ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുമായിരുന്നു. എന്നാ പിന്നെ കളിച്ചിട്ടൊക്കെ പിന്നെ വിളിക്കാം കേട്ടോ. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിത്താ. ഇനി ഇതിന്റെ പേര് നിന്റെ ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. അയാളാണ് വന്നാലുണ്ടല്ലോ, വന്നാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാരണമില്ലാതെ തല്ലിട്ട് പോയാണ്. അതുകൊണ്ട് പറയാം, ദൈവത്തെ ഓർത്ത് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. പ്ലീസ്. ഹലോ അച്ചു, ഇവിടെ ഭയങ്കര കോമഡി ആയിരുന്നു. നിനക്ക് അയച്ച മെസ്സേജ് മാറിപ്പോയി. ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റുമോ? കോപ്പ് ഉണങ്ങിയില്ലല്ല. അരവതാനൊന്നല്ലല്ലേ വിരിച്ചിട്ടത്, മണക്കാച്ചൊരു ടീഷർട്ട് അല്ലേ? ഉണക്കി തന്നോട്ടോ അങ്ങോട്ട്. എടാ ഈ അഴ അങ്ങ് മാറ്റിക്കിട്ടേ തീരുന്ന പ്രശ്നമുള്ളൂ. ജോർജ് ഇത് അഴയാണോ അയയാണോ എന്ന് നിങ്ങൾ രണ്ടും പറഞ്ഞ തെറ്റാണ്. ഇത് അശയാണ്. What is it called? ഞാൻ ഇത് പറയാനല്ല ഇങ്ങോട്ട് വന്നത്. I of course did not get this joke. Are they trying to correct each other what that rope is called, where it is hung, where the clothes are hung for drying? I probably missed a good joke over there. ഞാൻ ഇത് പറയാനല്ല ഇങ്ങോട്ട് വന്നത്. ഓരോരോ ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ എടുത്തിട്ടും. എടാ ലോലന്റെ കാര്യം അവൻ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. ലോലന്റെ എന്ത് കാര്യം? എടാ ചെറുക്കൻ ഭയങ്കര കുഴപ്പമായിക്കൊണ്ടിരിക്കുക. ചെറുക്കൻ വേറൊരു ലോകത്താണ്. അതിനവൻ അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഇപ്പൊ തന്നെ തലനാരിഴയ്ക്കാ ഒരു പ്രശ്നം ഒഴിവായി പോയത്. ആ സംഭവങ്ങൾ അവന്റെ ചേട്ടൻ അറിഞ്ഞായിരുന്നെങ്കിലുള്ള കാര്യം, ആ മെസ്സേജ് കണ്ടായിരുന്നെങ്കിൽ നീ ആലോചിച്ച്. എടാ അവൻ ഈ പെണ്ണ് ഫോൺ തൊട്ട് ചിന്തേ ഉള്ളൂ. എടാ അവൻ നന്നായ തീരാവുന്ന പ്രശ്നം നമുക്കിപ്പോ ഉള്ളൂ. നെല്ലിക്ക എന്നാ മതി കേട്ടോ. വൈറ്റമിൻ സി നമ്മളിവിടെ നിൽക്കുന്ന കണ്ടിട്ടില്ല. ഉറപ്പല്ലേ? തുണിയൊക്കെ ഇലക്കി ഇട്ടായിരുന്നു. ഫോൺ കഴിച്ചിട്ട് വേറെ ലോകത്താശ. അല്ലെങ്കിലും പരിസരം മറന്നൊന്നും സ്നേഹിക്കാൻ എന്നെ കിട്ടൂല കേട്ടോ. Totally aware. He's gonna lose it. ഇങ്ങോട്ട് പോവാം. ഫോണിങ്ങടാ. കുന്തം ആദ്യം ഇവനെന്താന്നും ഇവന്റെ പ്രശ്നം അല്ലെങ്കിൽ ഇവൻ നന്നാവൂല. ലോലൻ നന്നാക്കണം. ഇതുവടേത്? Okay. What's that? That is again a typo joke, which of course I did not get. So, see that I know with subtitles that it becomes the problem and you don't get the internal jokes which only you guys would understand. It's okay. ലോല നന്നാവണം. നീ നന്നാവണമെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? എന്താണെന്നറിയോ? ചതുരമല്ലേ? അല്ല, നിന്റെ മൊബൈൽ ഫോൺ. അയ്യോ കീപാഡൊന്നും ഇല്ലായിരുന്നു, ടച്ച് സ്ക്രീൻ. നിനക്ക് കാര്യം മനസ്സിലായല്ലോ, ഇത് മൊബൈൽ. ഓക്കെ, അടുത്തത് പെണ്ണുങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളുമാണ് നിന്നെ വഷളാക്കുന്നത്. പെണ്ണുങ്ങളൊന്നുമില്ല, ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അശ്വതി. ബാക്കിയുള്ള ലിസ്റ്റ് ഞാൻ എടുക്കട്ടാ. ലെബനീസിൽ മോമയ്ക്ക് മെസ്സേജ് അയച്ചില്ലേ? പിന്നെ നിമി പി കൂടെ പഠിച്ചേ ഫ്രാൻസിസിന്റെ പെണ്ണിന്റെ കൈക്കിൽ പിടിച്ചിട്ടാണ് നീ എല്ലാ പ്രശ്നം ഉണ്ടാക്കി വെച്ചു. നിർത്തേ ഇവിടെ ശ്രദ്ധിക്കുക. നിനക്ക് കാര്യം മനസ്സിലായല്ലോ. പ്രധാനമായിട്ട് ഈ രണ്ട് കാര്യങ്ങളാണ് നിന്നെ വഴിതെറ്റിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കാരണമാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിനക്കൊന്നും അറിയത്തില്ലല്ലോ. എണ്ണി ഞാൻ പറയാം. എന്റെ ഇന്റർവ്യൂ മുടങ്ങി എങ്ങനെയാടാ? നീ എന്റെ റെസ്യൂമിനകത്ത് പടം വരച്ച് വെച്ചിട്ടല്ലയോ അശ്വതി അച്ചു ലവ് പറഞ്ഞിട്ട് നമ്മുടെ ഷിബു സാബ് സ്വപ്നം എങ്ങനെ തകർന്നത്? പറ, എങ്ങനെ തകർന്നത്?
ഇവൻ ആ ഫസ്റ്റ് ഓർഡറിന് തലറങ്ങി വേണ്ടല്ലോ. നടന്നു കഴിഞ്ഞാൽ എനിക്ക് തലറങ്ങി. ഫ്രാൻസിസുമായിട്ട് നമ്മളങ്ങനെ അടി ഉണ്ടാക്കിയത്. പിന്നെ ഇവന്റെ ചേട്ടൻ വന്ന് നമ്മളെ തല്ലിയത്. ആ ഒരു കാര്യമില്ല, നിന്റെ ചേട്ടൻ വന്ന് ഞങ്ങളെ തല്ലിയിട്ട് പോയത് ഓർക്കുന്നുണ്ടോ? നീ ഇതെങ്ങോട്ടാ നോക്കുന്നത്? ഇങ്ങോട്ട് പോകടാ. എല്ലാത്തിനും കാരണം നീയാ. നിന്നെ വഴിതെറ്റിക്കുന്ന ഈ രണ്ട് അതുകൊണ്ട് ലോല. Poor Nolan getting just, getting the scolding of his life. Oh, and he's such an innocent baby. Oh no. And in the end, probably Nolan will only get them out of the problem. You never know. എല്ലാത്തിനും കാരണം നീയാ. നിന്നെ അതുകൊണ്ട് ലോല ഇതിൽ നിന്ന് നിർത്തിക്കുക. And he'll leave the house, I think, being sad. I really like this wall. Ooh, okay. അമ്മേ ഭഗവതി. Now, okay, I'll stop this. This is gonna be a great twist also. Now 17, 18, 19 I'll do and then 20th. Oh wow, can't believe this is also gonna come to an end. So I don't know, I like the innocent Lolan. Oh, now we'll see how he now the next episode is gonna be like him being in a completely new avatar, and then all of these three boys realizing that, oh no, the old Nolan was only good for us, and this is weird, we cannot handle this newly changed guy. So I don't know. Now Achu is one mystery. We don't know who that person is, and I hope she's a genuine person, because she has been talking to this guy for very long. So I don't think she would be a scamster, because otherwise, if she was, she was scamming this guy, if she was she was not a legit person, then she would have scammed him long back. So I think Achu is probably some genuine person. We'll see, we'll find out. So I think her revelation is remaining, and I'm really excited to see how his attitude has changed. I think now he'll become the more serious sort of type, hopefully for just one episode only, and then he'll revert back to his old sweet, innocent, gullible self. So yes, and I really like that the father was played by him only. The makeup was a little weird though. But okay, yes, so that was my reaction for episode 14, 15 and 16. I'm having a lot of fun, and definitely now two more reaction videos are left, because 17, 18, 19 I will do as one video, and then of course the finale. The grand finale would be one video, because that's a very long episode. So I'm guessing it's so long because all the loops probably get closed and we reach a conclusion. So yes, that was my reaction, guys. I hope you are having fun rewatching this series with me, and yes, I will see you on my next video.